വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ സെക്കൻഡ് വീഡിയോ ആണ്. ഞാനിപ്പം ഈ വീഡിയോ എടുത്തെടുത്ത് ഒരു 10-12 ടേക്കെങ്കിലും പോയി മടുത്തു. എനിക്കിനി വീണ്ടും റീടേക്ക് എടുക്കാൻ വയ്യ. അപ്പം നമ്മുടെ ഫസ്റ്റ് വീഡിയോ ഈജിപ്തിൻ്റെ ആയിരുന്നു. അത്ര റീച്ചൊന്നും ഇല്ലായിരുന്നു, കുഴപ്പമില്ല. അതെൻ്റെ ഒരു ട്രയൽ വീഡിയോ ആയിരുന്നു. പിന്നെ അത് ട്രിപ്പൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രം ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൊരു വീഡിയോ ആയിരുന്നു ദിസ് വൺ. ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ യു കെയിൽ പ്രസൻ്റ്ലി ജോബ് നോക്കുന്ന, എസ്പെഷ്യലി ഫൈനാൻഷ്യൽ സെക്ടറിൽ ജോബ് നോക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഈ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നൂ എന്ന് വിചാരിക്കുന്നു. കാരണം അവർക്ക് മാത്രമേ ഇത് യൂസ്ഫുൾ ആകാൻ സാധ്യതയുള്ളൂ. എന്തിനായാലും എല്ലാവർക്കും വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ എനിക്ക് ഈ ക്യാമറയിലോട്ട് നോക്കി സംസാരിക്കുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കൊരു കണ്ടിന്യൂറ്റി കിട്ടുന്നില്ല. ഞാൻ സംസാരിക്കുന്ന ഉടനെ എപ്പോഴും എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ശ്രദ്ധ പോകുന്നു. അതൊരു മെയിൻ പ്രശ്നമാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാകുമായിരിക്കും ഞാൻ എൻ്റെ ഐ കോണ്ടാക്റ്റ് പ്രോപ്പറായിട്ട് ഉണ്ടാവത്തില്ല. ഐ എം സോറി. മാക്സിമം ഞാൻ ശ്രമിക്കാം. ഓക്കെ. അപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ 2020ലാണ് ഞാനിവിടെ കോഴ്സ് ചെയ്തത്. 2021 പാസ് ഔട്ടായി. എന്നിട്ട് ഞാൻ അതിന് ശേഷം ഒരു 6 months എനിക്ക് ടൈം എടുത്തു ഫസ്റ്റ് ജോബ് കിട്ടാൻ. ഞാൻ എന്തായാലും പക്ഷേങ്കിൽ വേറൊരു ജോബിന് പോകത്തില്ല എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെയായിരുന്നു. എൻ്റെ സെയിം പ്രൊഫഷനിൽ തന്നെ ജോബ് മേടിക്കുക, അതിൽ മാത്രമേ ജോബ് ചെയ്യൂ എന്നുള്ളൊരു ഭയങ്കര ഒരു തീരുമാനത്തിലായിരുന്നു. എന്തായാലും അങ്ങനെ 6 months ഞാൻ അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചപ്പോഴാണ് എനിക്ക് ആ ഒരു ജോബിലോട്ട് കയറാൻ പറ്റിയത്. അത് സത്യത്തിൽ നല്ലൊരു പാടാണ്. അതേ സെയിം സ്ട്രഗിള് ഞങ്ങൾക്ക് ഇവിടെ 2 years എക്സ്പീരിയൻസ് ആയതിനു ശേഷവും സെയിം സ്ട്രഗിൾ എനിക്ക് യു കെയിലുണ്ടായി. വീണ്ടും ഞാൻ റീസെൻ്റ്ലി ഒരു ജോബ് മാറി. ഞാൻ ഇപ്പോൾ ബാങ്കിൽ ജോബിന് കയറി. പക്ഷേങ്കിൽ ആ മാറി കയറുന്ന സമയത്തും എനിക്ക് 6 months തന്നെ സെയിം എടുത്തു എൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് ഒരു കമ്പനിയിലോട്ട് എനിക്ക് ഒരു ജോബ് കിട്ടാനായിട്ട്. അപ്പോൾ യു കെ എക്സ്പീരിയൻസ് ഉള്ള സമയത്തും ഇല്ലാത്ത സമയത്തും എല്ലാം എനിക്ക് പുതിയൊരു ജോബിലോട്ട് മാറി കയറാൻ സെയിം ഒരു ഒരു ബുദ്ധിമുട്ടുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. അപ്പോൾ ഞാൻ ജോബ് സെർച്ച് ചെയ്യുന്നത് ലിങ്ക്ഡിൻ ആൻഡ് ഇൻഡീഡ്, ഈ 2 പ്ലാറ്റ്ഫോമിൽ മാത്രമാണ് ഞാൻ. അല്ലാതെ ഞാൻ മറ്റ് എങ്ങും ജോബ് ഒരുപാട് സൈറ്റ്സ് ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ ബേസിക്കലി യൂസ് ചെയ്യുന്ന 2 സൈറ്റ്സ് ലിങ്ക്ഡിൻ ആൻഡ് ഇൻഡീഡ് ആണ്. അതിലെനിക്ക് നമ്മൾ പ്രൊഫഷണൽ ജോബ്സിന് ഇച്ചിരി കൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ലിങ്ക്ഡിൻ ആണ്. ലിങ്ക്ഡിനിൽ നമ്മൾ ജോബ് സെർച്ച് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം നല്ല കണക്ഷൻസ് അതിനകത്ത് ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഫൈനാൻഷ്യൽ ക്രൈം എന്നുള്ള പർട്ടിക്കുലർ പോസ്റ്റാണ് ഞാൻ എപ്പോഴും സെർച്ച് ചെയ്യുന്നത്. അപ്പം ഫൈനാൻഷ്യൽ ക്രൈമിലോട്ട് ഉള്ള റിക്രൂട്ട്മെൻറ്റ് നടത്തുന്ന ആൾക്കാർ ഏതൊക്കെ ആൾക്കാരാണെന്ന് നോക്കിയിട്ട് ഞാൻ അവർക്ക് കണക്ഷൻ റിക്വസ്റ്റ് അയക്കും. പിന്നെ ഈ ലിങ്ക്ഡിനിൽ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നുള്ളതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. ഇത് ബേസിക്കലി അറിയാമെന്ന് വിചാരിക്കുന്നു. കുറേ പേർക്കെങ്കിലും ജോബ് സെർച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതിനെക്കുറിച്ചൊക്കെ അത്യാവശ്യം അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്ത ഒരു കാര്യം ഇതാണ്. ലിങ്ക്ഡിനിൽ നല്ലപോലെ കണക്ഷൻസ് ഉണ്ടാക്കുക, പിന്നെ ലിങ്ക്ഡിൻ വഴി ജോബ് സെർച്ച് ചെയ്യുക. ഇതാണ് ഞാൻ ബേസിക്കലി ചെയ്ത ഫസ്റ്റ് കാര്യം. പിന്നെ നമ്മുടെ സി വി ATS ഫ്രണ്ട്ലി ആയിരിക്കണം. ATS ഫ്രണ്ട്ലി ആയിരിക്കണം എന്ന് പറയുമ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് ഡെപ്തിൽ സംസാരിക്കാൻ അറിയത്തില്ല. കാരണം എനിക്ക് വലിയ പ്രശ്നമായിരുന്നു CV കൊണ്ടുണ്ടായിട്ടില്ല. കാരണം എനിക്ക് അത്യാവശ്യം എൻ്റെ CV എപ്പോഴും ഷോർട്ട് ലിസ്റ്റ് ആകാറുണ്ട്. അത്യാവശ്യം എനിക്ക് കോൾസും കിട്ടാറുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ടേബിൾസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അധികം CV-യിൽ വെക്കരുത്. അധികം നല്ല CV-യിൽ ടേബിൾസ് ഒന്നും പാടില്ലെന്നാണ്. അതേപോലെ തന്നെ കീവേഡ്സും ഞാൻ ശ്രദ്ധിക്കും. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഞാൻ ഫൈനാൻഷ്യൽ ക്രൈം ആയതുകൊണ്ട് ഫൈനാൻഷ്യൽ ക്രൈം എന്നുള്ള വേർഡ് അത്യാവശ്യം എൻ്റെ CV-യിൽ പലയിടത്തും റിപ്പീറ്റ് ആകുന്ന പോലെ ഞാൻ ജോബ് ഡിസ്ക്രിപ്ഷനൊക്കെ ഓരോ പ്രീവിയസ് കമ്പനീസിൽ നമ്മൾ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് എഴുതുമ്പോൾ ഈ ഫൈനാൻഷ്യൽ ക്രൈം എന്നുള്ള വേർഡ് റിപ്പീറ്റായി വരുന്ന പോലെ ഞാൻ CV-യിൽ എൻ്റെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് ബേസിക്കലി ഞാൻ എൻ്റെ CV-യിൽ ശ്രദ്ധിച്ചത്. പിന്നെ ATS ഫ്രണ്ട്ലിയെ കുറിച്ച് എനിക്കൊന്ന് കൂടുതൽ വേറെ വീഡിയോസൊക്കെ ഒത്തിരി കാണുമായിരിക്കാം. അപ്പം ATS ഫ്രണ്ട്ലി ആണെങ്കിൽ മാത്രമേ നമ്മുടെ CV ഷോർട്ട് ലിസ്റ്റ് ആയിട്ട് റിക്രൂട്ടേഴ്സ് കാണത്തുള്ളൂ. നമ്മൾ എത്ര ജോബ് നമ്മൾ അപ്ലൈ ചെയ്തെന്ന് പറഞ്ഞാലും നമ്മുടെ CV പ്രോപ്പർ അല്ലെങ്കിൽ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ആകത്തില്ല, നമുക്ക് കോൾസ് ഇട്ട് വരത്തുമില്ല. പിന്നെ ചില സമയത്ത് നമുക്ക് മനസ്സിലാവും നമ്മൾ കുറേ ഈ ജോബ്സ് അപ്ലൈ ചെയ്യും, ഓൺലൈൻ അപ്ലൈ ചെയ്യും. പക്ഷേങ്കിൽ
നമ്മൾക്ക് ഒരു കോൾ പോലും വരത്തില്ല. നമ്മൾ ചിലപ്പം 2 മന്ത്സ് ഒക്കെ കണ്ടിന്യൂസ്ലി നമുക്ക് കോൾസേ വരത്തില്ല. നമ്മൾ കുറേ ട്രൈ ചെയ്താലും നമുക്ക് കോൾസ് വരത്തില്ല. അപ്പം ഈ സമയത്ത് നമ്മൾ മെയിനായിട്ടൊരു കാര്യം, നമ്മുടെ സി വിയുടെ പ്രശ്നം മാത്രം ആവണമെന്നില്ല, ഇവിടുത്തെ ജോബ് മാർക്കറ്റ് ഡൗൺ ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് നമുക്ക് വെറുതെ കുറേ ഓപ്പണിങ്സ് എപ്പോഴും കാണാം, പക്ഷേങ്കിൽ അതൊക്കെ അത്ര ആക്റ്റീവായിട്ടുള്ള ഒരു വേക്കൻറ്റ് പോസ്റ്റ് ആയിരിക്കണം എന്നില്ല. ശരിക്കും അങ്ങനെ അത് വെറുതെ ഇടുന്ന ആഡായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ എപ്പോഴും നമ്മുടെ സി വിയുടെ പ്രശ്നം മാത്രമായിരിക്കത്തില്ല, ജോബ് മാർക്കറ്റ് ഡൗൺ ആണെങ്കിലും. അപ്പം ഞാൻ ജോബ് സെർച്ച് ചെയ്യുന്ന സമയത്ത് എനിക്ക് 6 മന്ത്സ് ഒരു പീരീഡ് ഉണ്ടായിരുന്നു, സ്ട്രഗ്ലിംഗ് പീരീഡ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ 2 സമയത്ത് ഞാൻ ഏജൻസിയിലുള്ള ആൾക്കാർ എന്നെ കോൺടാക്ട് ചെയ്തപ്പം ഞാൻ അവരോട് സംസാരിച്ചു. അപ്പോൾ അവരന്നേരം എന്നോട് പറഞ്ഞായിരുന്നു ശരിക്കും ജോബ് മാർക്കറ്റ് കറൻ്റ്ലി ഡൗൺ ആണെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ടും നമുക്ക് കോൾസ് വരാതിരിക്കാം. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മളൊരു ജോബ് അപ്ലൈ ചെയ്തു, നമ്മൾക്ക് അവിടുന്ന് ഷോർട്ട് ലിസ്റ്റായി കോൾ വന്നു. ഇനീഷ്യൽ സ്ക്രീനിങ് കോളിൽ തന്നെ നമ്മൾ എന്തെങ്കിലും കാരണത്താൽ പാസ്സാക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും അതേ കമ്പനിയിൽ നിന്ന് നമുക്ക് വേറെ ജോബ് ഓപ്പണിങ്സ് നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് ഓപ്പണിങ്സ് കണ്ടാൽ വീണ്ടും അപ്ലൈ ചെയ്യുക. നമുക്ക് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനീഷ്യൽ സ്ക്രീനിങ് കോൾ എനിക്ക് ഞാനത് ക്ലിയർ ചെയ്യാഞ്ഞിട്ടും ഞാൻ രണ്ടാമത്തേത് വീണ്ടും ഞാൻ വേക്കൻ്റ് ആയിട്ടവിടെ ജോബിൻ്റെ ആഡ് കണ്ട സമയത്ത് വീണ്ടും ഞാൻ അവിടെ അങ്ങനെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എനിക്ക് അങ്ങനെയാണ് സത്യത്തിൽ ഞാൻ ലോയ്ഡ്സിൽ എനിക്ക് കിട്ടിയത്. ലോയ്ഡ്സിൻ്റെ ഇനീഷ്യൽ ഞാൻ വേറൊരു എൻ്റെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആയിരുന്നു, അതിൽ ഞാൻ അപ്ലൈ ചെയ്തായിരുന്നു. അവരുടെ ഇനീഷ്യൽ സ്ക്രീനിങ്ങിൽ എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. എന്നിട്ട് ഞാൻ രണ്ടാമത് വേറെ എനിക്ക് പറ്റുന്ന കുറേ കൂടെ മാച്ചിങ് ആയിട്ടുള്ളൊരു ജോബിൻ്റെ ആഡ് കണ്ടപ്പോൾ ഞാനത് അപ്ലൈ ചെയ്ത് അങ്ങനെയാണ് അവിടെ എനിക്ക് കയറാൻ പറ്റിയത്. അപ്പോൾ നമ്മൾ വൺ ടൈം നമുക്കത് കിട്ടിയില്ലെന്ന് കരുതിയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും കമ്പനീസ് ഉണ്ടെങ്കിൽ അവിടെ വേറെ വേക്കൻസീസ് കണ്ടാൽ നമ്മളത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളത് അപ്ലൈ ചെയ്യാതിരിക്കേണ്ട. കാണുന്നുണ്ടെങ്കിൽ അത് വീണ്ടും നമുക്ക് അപ്ലൈ ചെയ്യാം. അവർക്ക് എത്രയായാലും അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർ നമ്മളെ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യും. പിന്നെ നമുക്കിനി ഇൻ്റർവ്യൂവിന് ഞാൻ എന്തെല്ലാം പ്രിപ്പറേഷൻസ് ആണ് ചെയ്തതെന്ന് നോക്കാം. അപ്പം ഇൻ്റർവ്യൂവിൻ്റെ കാര്യം വരുമ്പോഴത്തേക്ക് ഇവിടെ ബേസിക്കലി നമുക്ക് ഇൻ്റർവ്യൂവിന് ചിലപ്പം 2 റൗണ്ട്സ് കാണും, അല്ലെങ്കിൽ 3 റൗണ്ട്സ് കാണും. അങ്ങനെ ഒരു റൗണ്ട് മാത്രമുള്ള ഇൻ്റർവ്യൂസ് വളരെ കുറവാണ്. എനിക്ക് മറ്റ് സെക്ടേഴ്സിനെ കുറിച്ച് അറിയത്തില്ല, ഞാൻ ഫൈനാൻഷ്യൽ സെക്ടറിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് റൗണ്ടിലും സെക്കൻഡ് റൗണ്ടിലും ഓൾമോസ്റ്റ് സിമിലർ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, ചില സമയത്ത് എൻറ്റയർലി ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസും വരാറുണ്ട്. ഫസ്റ്റ് റൗണ്ടിൽ യൂഷ്വലി അവർ നമ്മളെ കുറച്ചുകൂടെ നമ്മളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, പിന്നെ നമ്മുടെ ഒരു എക്സ്പീരിയൻസ്, അതൊക്കെ ആണ് മെയിനായിട്ടൊരു നോക്കുന്നത് ഫസ്റ്റ് റൗണ്ടിൽ. പക്ഷേങ്കിൽ ആ സമയത്ത് നമ്മളോട് അവർ ബിഹേവിയറൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും, അല്ലെങ്കിൽ കോമ്പറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇത് ഒരു 2-3 ക്വസ്റ്റ്യൻസ് എങ്കിലും അവർ അതിനെ ബേസ് ചെയ്ത് ചോദിക്കും. എന്നിട്ട് അതിൽ നമ്മൾ പാസ്സായെങ്കിൽ മാത്രമേ നമുക്ക് സെക്കൻഡ് റൗണ്ടിൽ പോകാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇവിടുത്തെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് അപ്ലൈ ചെയ്ത് ഒരു 1 or 2 വീക്സ് വെയിറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ആയോ ഇല്ലയോ എന്നെങ്കിലും നമുക്ക് മിനിമം അറിയാൻ പറ്റുന്നത്. ഒരു ജോബിൻ്റെ കാര്യം നമുക്ക് നടക്കണമെങ്കിൽ തന്നെ മിനിമം ഇത്രയും ഒരു ടൈം, ഒരു 1.5 മാസം അല്ലെങ്കിൽ 2 മാസത്തിനടുത്ത് മിനിമം എടുക്കും. പിന്നെ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്ത പ്രിപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് തിങ് ഞാൻ പോസിബിളായിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ തന്നെ ക്വസ്റ്റ്യൻസ് എല്ലാം ഇപ്പം നമ്മൾ കുറേ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും ഏതൊക്കെയായിരിക്കും ഒരു ബേസിക് ക്വസ്റ്റ്യൻസ് വരാൻ പോസിബിലിറ്റി ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാകുമല്ലോ. അപ്പം ആ ക്വസ്റ്റ്യൻസ് എല്ലാം എടുക്കുക. അതിനുശേഷം നമുക്ക് അത്യാവശ്യം നമ്മുടെ ഇൻ്റർവ്യൂവുമായിട്ട് റിലേറ്റ് ചെയ്ത് വരാൻ ചാൻസ് ഉള്ള കോമ്പറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻസും ബിഹേവിയറൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസും എല്ലാം ഞാൻ പ്രിപ്പയർ ചെയ്ത് ഞാൻ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്ത് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ChatGPT യൂസ് ചെയ്യാൻ അറിയുന്നവർക്കാണെങ്കിൽ നമുക്ക് നമ്മുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് വെച്ചിട്ട് ChatGPT വഴി നമുക്ക് അത്യാവശ്യം ആൻസേഴ്സ് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ എപ്പോഴും നമ്മുടെ പ്രീവിയസ് എക്സ്പീരിയൻസുമായിട്ട് കണക്ട് ചെയ്തിട്ടായിരിക്കണം എല്ലാ ക്വസ്റ്റ്യൻ്റെയും ആൻസേഴ്സ് നമ്മൾ കൊടുക്കേണ്ടത്. എങ്കിൽ മാത്രമേ അവരതാണ് മെയിനായിട്ട് നോക്കുന്നത്. പിന്നെ അവർ സ്റ്റാർ മെത്തേഡിലായിരിക്കും നമ്മളുടെ ആൻസേഴ്സ് എല്ലാം എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അല്ലാതെ ജസ്റ്റ് നമ്മളൊരു 1 or 2 ലൈൻസിൽ നമുക്കൊരു ആൻസർ പറഞ്ഞ് നിർത്താൻ പറ്റത്തില്ല. ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് മിനിമം ആ ഒരു ഫുൾ സ്റ്റോറി നമുക്ക് എങ്ങനെയായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്, എന്തായിരുന്നു ആക്ച്വലി ഇഷ്യൂ,
നമ്മളത് എന്തൊക്കെ ആക്ഷൻസ് നമ്മൾ എടുത്തു, എന്തായിരുന്നു അതിൻ്റെ എൻഡ് റിസൾട്ട്, അങ്ങനെയുള്ള ഒരു ഒരു സ്റ്റോറി നമ്മൾ മിനിമം പറയേണ്ടി വരും. അങ്ങനെയാണ് ഓരോ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യേണ്ടത്. അപ്പം അവർ ചിലപ്പം കൗണ്ടർ ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കും. നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുമ്പം നമ്മൾ കൗണ്ടർ ചെയ്ത ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മളൊരു ഫേക്ക് സ്റ്റോറി ഉണ്ടാക്കി പറയുവാണെങ്കിൽ നമ്മൾ അവിടെ നമുക്ക് അവരുടെ പ്രോപ്പറായിട്ടൊരു ആൻസർ കൊടുക്കാൻ പറ്റാതെ വരും. അപ്പോൾ അതുകൊണ്ട് കഴിവതും നമ്മുടെ പ്രീവിയസ് എക്സ്പീരിയൻസുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ആൻസേഴ്സ് പറയുന്നതായിരിക്കും നല്ലത്. ജെന്യൂനായിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്കിപ്പം ഏതെങ്കിലും ഒരു കാര്യം മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ അത് മനസ്സിലായില്ലെന്ന് തന്നെ പറഞ്ഞിട്ട് അവരോട് റിപ്പീറ്റ് ചെയ്യാൻ പറയുകയോ, അല്ലെങ്കിൽ അതിൻ്റെ ആൻസർ അറിയത്തില്ലെന്ന് തന്നെ ഓപ്പണായിട്ട് പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എൻ്റെ ലാസ്റ്റ് ഇൻ്റർവ്യൂവിൽ 2 കമ്പനീസിലും എനിക്ക് അവരുടെ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ ഞാൻ വളരെയധികം ഇൻട്രസ്റ്റഡ് ആണെന്ന് ഞാൻ എക്സ്പ്രസ് ചെയ്തായിരുന്നു. അതെനിക്ക് വളരെ ഒരു പോസിറ്റീവായിട്ട് തോന്നി. എനിക്ക് ആ 2 ജോബിൻ്റെ ആ ഇൻ്റർവ്യൂസ് ഞാൻ പാസ്സാകാനും പറ്റി. അത് ഞാൻ ആ 2 ഇൻ്റർവ്യൂസിൽ മാത്രമേ ഇങ്ങനൊരു കാര്യം ചെയ്തുള്ളൂ. എന്നോടൊരു ഏജൻസിയിൽ നിന്ന് വിളിച്ചപ്പോൾ എനിക്ക് അവർ പറഞ്ഞു തന്നതാണ്, നമ്മൾ ആ കമ്പനി വർക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണെന്ന്, വളരെയധികം ഇൻട്രസ്റ്റഡ് ആണെന്ന് അവർക്ക് ഫീൽ ചെയ്യുന്ന പോലെ സംസാരിക്കണമെന്ന്. ഞാൻ അതേപോലെ തന്നെ എൻ്റെ ഇൻട്രസ്റ്റ് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു 2 കമ്പനീസിലും. ആ 2 കമ്പനീസിൽ നിന്ന് എനിക്ക് ഓഫർ ലെറ്റർ വരികയും ചെയ്തു. അപ്പം എനിക്ക് മനസ്സിലായി അത് വർക്ക് ആവുന്നുണ്ട്, ആ ഒരു ട്രിക്കെന്ന് എനിക്ക് തോന്നി. അപ്പം അത് നല്ലൊരു കാര്യമായിരിക്കും. പിന്നെ അവരുടെ കമ്പനീനെ കുറിച്ച് നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പം പ്രസൻ്റ്ലി എന്തൊക്കെ കാര്യങ്ങൾ ഇന്നോവേറ്റീവായിട്ട് ആ കമ്പനി ചെയ്യുന്നുണ്ട്, അവരുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്ത് നമുക്കറിയാം അവരുടെ പ്രസൻറ്റ് എന്തൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഒരു ഹിസ്റ്ററിയും നമ്മൾ അറിഞ്ഞു വെക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. എന്തെങ്കിലും അവർ മോസ്റ്റ്ലി ചോദിക്കും. എന്നാലും ഒരുപാട് കമ്പനീസ് ഒന്നും അത്രയും ചോദിച്ചിട്ടില്ല. എന്നാലും ചില കമ്പനീസ് എന്തുകൊണ്ട് ഞങ്ങളുടെ കമ്പനി ചൂസ് ചെയ്തു എന്നുള്ള രീതിയിൽ ചോദിക്കും. അപ്പോൾ ആ ടൈമിൽ നിങ്ങൾക്ക് ഇങ്ങനൊരു പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ആൻസർ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഇൻ്റർവ്യൂസൊക്കെ മിനിമം 1 hour ആയിരിക്കും. മോസ്റ്റ്ലി എല്ലാ ഇൻ്റർവ്യൂസും 1 hour ആയിരിക്കും. ചില ഇൻ്റർവ്യൂസ് 45 minutes ആയിരിക്കും. ഒരേ ക്വസ്റ്റ്യൻ ഞാൻ എപ്പോഴും 2 ആൻസേഴ്സ് പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കും. പോസിബിളായിട്ടുള്ള ആൻസേഴ്സ് പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കും. കാരണം ചിലപ്പോൾ 2-3 ആൾക്കാരൊക്കെ നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യും. അപ്പോൾ ആ സമയത്ത് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ആൻസേഴ്സ് നമുക്ക് അന്നേരം പറയാൻ പറ്റണമെങ്കിൽ നമ്മൾ അത്യാവശ്യം നല്ലപോലെ പ്രിപ്പയർഡ് ആണെങ്കിൽ മാത്രമേ ഇവിടുത്തെ ഇൻ്റർവ്യൂസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഇൻ്റർവ്യൂസൊക്കെ അത്യാവശ്യം ഡ്രാമാറ്റിക് ആയിരിക്കും. അപ്പം കുറച്ച് സ്റ്റോറി ടെല്ലിംഗ് ആണ് ഇവിടുത്തെ മെയിൻ പരിപാടി. അപ്പം കുറേ ഡ്രാമ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ നമുക്ക് പാസ്സാകാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഫസ്റ്റ് ടൈം ഒക്കെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പം ഫസ്റ്റ് ടൈം നമുക്കൊരു ഭയങ്കര ഒരു ഫ്രഷ് എക്സ്പീരിയൻസ് ഫീൽ ചെയ്യും ഇവിടുത്തെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത്. അതിനുശേഷം നമ്മൾ കണ്ടിന്യൂസ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നമുക്ക് വളരെയധികം ബോറടിച്ച് തുടങ്ങും. കാരണം സെയിം സ്റ്റോറി നമ്മൾ പലരോട് റിപ്പീറ്റ് ചെയ്ത് നമുക്ക് ഭയങ്കര ബോറടിക്കും. പക്ഷെങ്കിൽ ഇവിടുത്തെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഇവിടെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യുന്ന സമയത്തും ഞാൻ പറഞ്ഞില്ല, നമ്മൾ കോമ്പിറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യുന്ന സമയത്തും നമ്മൾ ലീഡർഷിപ്പ് സ്കില്ല് അല്ലെങ്കിൽ അതുപോലത്തെ നമ്മുടെ പല സ്കിൽസ് നമ്മളോട് ചോദിക്കും. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആൻസേഴ്സ് കൊടുക്കുന്ന സമയത്ത് നമ്മളായിരുന്നു നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ മെയിൻ ആൾ, അല്ലെങ്കിൽ നമ്മളായിരുന്നു അവിടുത്തെ സ്റ്റാർ, നമ്മൾ വഴിയാണ് അവിടെ എല്ലാ കാര്യങ്ങളും നടന്നതെന്നുള്ള സെറ്റപ്പിൽ ആൻസർ ചെയ്താൽ മാത്രമേ നമുക്ക് പാസ്സാകാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മൾ ജസ്റ്റ് പാർട്ട് ഓഫ് ദി ടീം അങ്ങനത്തെ രീതിയിൽ പറഞ്ഞിട്ട് നമുക്കധികം ചാൻസ് കിട്ടത്തില്ല. പിന്നെ നമ്മൾ അധികം ഫേക്ക് ആകരുത്. അവർക്ക് വിശ്വസിക്കുന്ന രീതിയിലുള്ള ആൻസേഴ്സ് മാത്രമേ നമ്മൾ ചെയ്യാവൂ. എന്നാലും നമ്മൾ അത്യാവശ്യം നമ്മൾ നല്ല രീതിയിൽ പെർഫോം ചെയ്തു, നമ്മൾ ഇനീഷ്യേറ്റീവ് എടുത്ത് ഓരോ കാര്യങ്ങൾ ചെയ്തു. അതൊക്കെ ഇവിടുത്തെ മെയിൻ നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കേണ്ട കാര്യങ്ങളാണ് ആൻസേഴ്സിനകത്ത്. പിന്നെ ഇവിടെ ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ എപ്പോഴും ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്ന മൊമെൻറ്റിൽ ആ ഒരു ഫസ്റ്റ് 5 minutes നമ്മൾ ജസ്റ്റ് നെർവസ് ആയിരിക്കില്ല. പക്ഷേ ഇവിടുത്തെ ഏറ്റവും നല്ല കാര്യം എന്ന് വെച്ചാൽ അവർ നമ്മൾ കൂളാകാനായിട്ട് നമ്മളോട് കുറേ നേരം ആദ്യം സംസാരിച്ച് നല്ലൊരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ അവർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഓക്കെ ആണെങ്കിൽ മാത്രമേ അവർ ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അത് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഓരോ ആൻസേഴ്സ് ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ ഇൻ്റർവ്യൂ കഴിയുന്ന സമയത്തും ഒക്കെ വളരെയധികം സ്വീറ്റായിട്ടും വളരെയധികം നമുക്ക് എക്സ്പെക്റ്റേഷൻ തരുന്ന രീതിയിൽ അവർ നമ്മളോട് സംസാരിക്കും. നമ്മുടെ ആൻസേഴ്സ് ഒക്കെ ഭയങ്കര ഫാബുലസ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നമ്മളോട് സംസാരിക്കും. പക്ഷെ അതൊന്നും കേട്ടിട്ട് നമ്മൾ ഓവറായിട്ട് ഇങ്ങനെ സ്വപ്നം കണ്ട് ഈ പാസ്സാകും എന്നുള്ള പ്രതീക്ഷയിൽ അങ്ങ് ഇരിക്കരുത്. നമ്മൾ വീണ്ടും അടുത്ത ജോബ്സ് കിട്ടാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. കാരണം അവരെല്ലാവരോടും അത്രയും സ്വീറ്റായിട്ടായിരിക്കും പൊതുവെ സംസാരിക്കുക. അപ്പോൾ അത് വെച്ചിട്ട്
നമ്മളത് മാത്രം എക്സ്പെക്റ്റ് ചെയ്തിരിക്കരുത്. പിന്നെ ഓവർ എക്സ്പെക്റ്റേഷൻ ഒട്ടും പാടില്ല. ഇവിടുത്തെ ഒരു ഇൻ്റർവ്യൂസും കഴിയുമ്പോൾ നമ്മൾ ചില ഇൻ്റർവ്യൂസൊക്കെ ഒരുപാട് അടിപൊളിയായിട്ട് നമ്മൾ പെർഫോം ചെയ്താലും നമ്മൾ സെലക്ട് ആകണം എന്നില്ല. ചിലപ്പോൾ ഫസ്റ്റ് റൗണ്ട് പോലും കിട്ടണമെന്നില്ല ചില ഇൻ്റർവ്യൂസിൻ്റെ. അത് എന്തുകൊണ്ടാണെന്ന് ഫീഡ്ബാക്ക് ചോദിച്ചാലും അവർ മോസ്റ്റ്ലി ഒരു ജനറലായിട്ടുള്ള ഒരു ആൻസർ മാത്രമേ നമുക്ക് തരൂ. നമുക്കിവിടെ എപ്പോഴും നമുക്ക് ഫീഡ്ബാക്ക് അവരോട് ചോദിക്കാം ഇൻ്റർവ്യൂ കഴിയുമ്പോൾ. ഈവൻ നമ്മൾ പാസ്സായില്ലെങ്കിൽ അവരോട് നമുക്ക് ഫീഡ്ബാക്ക് ചോദിച്ച് അറിയാൻ പറ്റും. ചിലരൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഫീഡ്ബാക്ക് തരും. ചിലർ ജസ്റ്റ് ജനറലായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് അവർ നമ്മളെ ഒഴിവാക്കുകയുള്ളൂ. പിന്നെ ലാസ്റ്റ് പറയുവാണെങ്കിൽ ഇൻ്റർവ്യൂവിൻ്റെ ലാസ്റ്റ് പാർട്ടിൽ നമുക്ക് അവരോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ഒരു ടൈം തരും. നമുക്കൊരു 2 അല്ലെങ്കിൽ 3 ക്വസ്റ്റ്യൻസ് അവരോട് ചോദിക്കാനായിട്ട് പ്രിപ്പയർ ആയിരിക്കുന്നത് നല്ലതായിരിക്കും. ഈ ടൈമിൽ സാലറി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യരുത്. ഈ സമയത്ത് നമ്മൾ മെയിനായിട്ട് നമ്മൾ ചോദിക്കേണ്ട കാര്യങ്ങൾ അവർക്ക് ഫീൽ ആകണം നമ്മൾ വളരെയധികം ഈ ജോബിന് ഇൻട്രസ്റ്റഡ് ആണ്, നമുക്ക് പാഷനേറ്റ് ആണെന്നുള്ളൊരു ഫീൽ കൊടുക്കണം. നമ്മൾ വില്ലിങ് ടു ലേൺ എന്നുള്ളൊരു ഫീൽ അവർക്ക് കിട്ടണം. പിന്നെ ആ പർട്ടിക്കുലർ കമ്പനി നമ്മൾ വളരെയധികം ഇഷ്ടപ്പെടുന്നു എന്നുള്ളൊരു ഫീലും കൂടെ കിട്ടുവാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പം ഞാൻ ബേസിക്കലി അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് മെയിനായിട്ട് എപ്പോഴും ചോദിക്കുക. ഈ 3 ഏരിയ കവർ ആകുന്ന പോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ചോദിക്കാറുള്ളത്. അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ടും എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് പറയാനുള്ളത്. വേറെ ഒന്നും ഇപ്പോഴത്തെ എൻ്റെ ഓർമ്മയിലില്ല. അപ്പോൾ ഇത് കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബായ്.